യുദ്ധത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയോടൊപ്പം പങ്കുചേർന്നാൽ ആ രാജ്യങ്ങളെ ചുട്ടെടുക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ഭീഷണി. തങ്ങൾ നിരീക്ഷിക്കുകയാണെന്നും തങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമണം നടത്തുന്ന വിഭാഗങ്ങളെയും സംഘങ്ങളെയും രാജ്യങ്ങളെയും കൃത്യമായ രീതിയിൽ നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ പ്രത്യാക്രമണം തുടരുന്നത് എന്നൊരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇത് അമേരിക്കയെ പോലും ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. ഒന്നും രണ്ടും ലോക യുദ്ധസമയത്ത് രാഷ്ട്രങ്ങൾ മറ്റ് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതിനേക്കാൾ ഗൗരവകരമായിരിക്കുന്ന ഭാഷയിലും ശക്തിയിലുമാണ് ഇറാൻ്റെ ഭാഗത്ത് ഭീഷണി വരുന്നത് എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിൻ്റെ അകത്തുള്ള ആയുധപ്പുരകളുടെ ശക്തി എത്രത്തോളമുണ്ട് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് പടിഞ്ഞാറൻ മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. എത്ര ശക്തിയോടുകൂടിയും ധൈര്യസമേതവുമാണ് ഇറാൻ സംസാരിക്കുന്നത്. അതും ലോക രാഷ്ട്രങ്ങളെ ഒന്നും രണ്ടും ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളോടാണ് വിരൽ ചൂണ്ടി സംസാരിക്കുന്നത്. തങ്ങളുടെ രാജ്യത്തിനെതിരെ വിമാനത്താവളം കൊടുക്കുന്നതോ അതല്ലെങ്കിൽ അമേരിക്കയെ സഹായിക്കുന്നതോ സൈനികരെ അയച്ചു കൊടുക്കുന്നതോ സാമ്പത്തിക സഹായം ചെയ്യുന്നതോ തങ്ങൾ അതൊരു യുദ്ധമായിട്ട് കാണുകയും തങ്ങളുടെ മേഖലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ അപായമുണ്ടോ എന്നുള്ളതല്ല, തങ്ങൾക്കെതിരെയുള്ള സംഘശക്തിയോടൊപ്പം ചേരുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിരിക്കുന്ന വിഷയം. അതിന് ശക്തമായിരിക്കുന്ന തിരിച്ചടി തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. യുദ്ധം ഒരാഴ്ച പിന്നിട്ടിട്ടും ഏതെങ്കിലും തരത്തിൽ അഭിമാനകരമായിരിക്കുന്ന ഒരു മുന്നേറ്റമുണ്ട് എന്ന് പറയാൻ അമേരിക്കയ്ക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ ഇറാനിലെ സൈനികർ കീഴടങ്ങണമെന്നും അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒത്തുതീർപ്പുണ്ടാവുകയുള്ളൂ എന്നുമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലത്തെ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതോടനുബന്ധിച്ച് തന്നെ ഈ കഠിനമായിരിക്കുന്ന യുദ്ധത്തിന് ശ്രമിക്കുമെന്ന് അല്ലെങ്കിൽ കഠിനമായിരിക്കുന്ന യുദ്ധത്തിന് ശ്രമിക്കും എന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ ന്യൂയോർക്ക് മേയറെ പോലും സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കാത്ത അമേരിക്കയുടെ പ്രസിഡൻ്റാണോ ഇറാനെ കീഴടക്കാൻ വരുന്നത് എന്ന പരിഹാസ്യ മറുപടിയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ട്രംപിനെതിരെ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടിയും ഇറാൻ പറഞ്ഞു, കരയുദ്ധത്തിന് അമേരിക്കയെ വെല്ലുവിളിക്കുന്നു എന്നുള്ളത്. അതിന് മറുപടിയായിട്ട് അമേരിക്കയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് കരയുദ്ധത്തിന് തങ്ങളിപ്പോൾ തയ്യാറല്ല എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ആകെ ഈ ശക്തി കുറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ സൈനികപരമായി ബലക്ഷയം ഉണ്ടായിരിക്കുന്ന ഒരു രാജ്യത്തിനെതിരെ കരയുദ്ധം നടത്തുക എന്ന് പറയുന്നത് അത്ര ഉചിതമായിരിക്കുന്ന കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. കരയുദ്ധം എന്ന് പറഞ്ഞാൽ അത് ഭീകരമായിരിക്കുന്ന ഒരു യുദ്ധമായിട്ട് തന്നെയാണ് അത് അവസാനിക്കുക എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇറാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്ന സമയത്ത് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഏത് തരത്തിൽ ഒരു ആക്രമണമോ ഒരു പ്രശ്നമോ ഉണ്ടാവുകയാണെങ്കിൽ അതിനോടൊപ്പം 100% ചേർന്ന് നിൽക്കുന്ന ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം പോലും യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കക്കെതിരെ സംസാരിക്കുന്നു. അങ്ങനെ വരുന്ന സമയത്ത് നോക്കുമ്പോൾ ഒരു യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ ഇറാനെതിരെ യുദ്ധത്തിന് വേണ്ടിയിട്ട് വിളിക്കുന്നില്ല എന്നുള്ളത് ലോകത്തെ അതിശയിപ്പിക്കുന്ന കാര്യമാണ്. അതിനെ അർത്ഥമാക്കുന്നത് തങ്ങളുടെ ഈ ബ്രിട്ടൻ പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ്. അതിൻ്റെ തുടർച്ച തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നത്. തങ്ങളുടെ രാജ്യത്തിലെ പൗരന്മാർ ലോകത്താകമാനം സുരക്ഷിതമായിരിക്കണം എന്ന് തങ്ങൾക്ക് നിർബന്ധമുണ്ട്. തങ്ങളുടെ എംബസിയും കോൺസുലേറ്റും ആക്രമിക്കാൻ പാടില്ല എന്നുള്ളതും നിർബന്ധമുണ്ട്. അതുകൊണ്ട് സുരക്ഷിതത്വം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന പോലെയല്ല ഇറാൻ എന്നുള്ളതും, ഇറാനിൽ ആന്തരികമായ രീതിയിൽ മനുഷ്യർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലെല്ലാം അതിൻ്റെ ആയുധശേഖരമുണ്ട്. ഈ ആയുധശേഖരങ്ങളെല്ലാം ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പ്രത്യേകമായ രീതിയിൽ ഒരാളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരുടെ അനുമതി ആവശ്യമില്ലാത്ത വിധം സൈനികർക്ക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിട്ടുകൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഭയപ്പാട് ജനിപ്പിക്കുന്ന കാര്യമാണ്. അപ്പപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പപ്പോൾ സാഹചര്യത്തിന് നോക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് വളരെ കൃത്യമാണ്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ബഹുമുഖ പ്രതിഭയായിട്ട് നിൽക്കുന്നു എന്ന തരത്തിലാണ്. 18ഓളം രാജ്യങ്ങൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും അമേരിക്ക എന്ന് പറയുന്ന രാജ്യവും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ മാത്രം ആക്രമിക്കുമ്പോൾ ഇറാൻ ഏകദേശം ഇതുവരെയായി 18ഓളം രാജ്യങ്ങളെയോ
രാജ്യങ്ങളുടെ മേഖലയോ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സംഭവമായിട്ട് നിലനിൽക്കുകയാണ്. ഇസ്രായേലിൻ്റെ മർമ്മപ്രധാനമായിരിക്കുന്ന എല്ലാ മേഖലയും തകർന്ന് തരിപ്പണമായി പോയിരിക്കുന്നു എന്നുള്ളതും കൂട്ട നിലവിളികൾ ഉയരുന്നു എന്നുള്ളത് ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് തന്നെ പല വീഡിയോകളും പുറത്തു വരുന്നു. അത് ദയവ് ചെയ്ത് യുദ്ധം അവസാനിപ്പിക്കൂ, പ്ലീസ് സ്റ്റോപ്പ് ദി വാർ എന്ന് പറഞ്ഞിട്ട് ഇറാനോട് കേണപേക്ഷിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ വൈറലായിട്ട് തന്നെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു ഗതിയില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. അവരുടെ ജീവിതത്തെയും അവരുടെ സമ്പത്തിനെയും അവരുടെ ജീവിത മാർഗത്തെയും സാരമായിട്ട് ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, അവർ ജീവനും ഭയപ്പാടിലായിരിക്കുന്നു എന്നുള്ളതാണ്. അവർ ബങ്കറുകളിൽ പോലും സുരക്ഷിതമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഖൊറം ഷെയർ എന്ന് പറയുന്ന മിസൈലിൻ്റെ ഈ ഭീകരതയുടെ വ്യാപ്തി അളക്കാൻ പോലും ഇപ്പോഴും ഇസ്രായേലിനും അമേരിക്കക്കും സാധിക്കുന്നില്ല. അവരുടെ ഭൂപ്രദേശം, അതായത് ബങ്കർ പോലും തുളച്ച് കയറി പൊട്ടിത്തെറിക്കുന്ന രീതിയിലും മേൽഭാഗം അപ്പാടെ തകർന്ന് മണ്ണടിയുന്ന രീതിയിലുമുള്ള സംവിധാനമാണുള്ളത്. അതോടൊപ്പം ഇറാൻ സൈനികരോട് വീണ്ടും തയ്യാറാകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് ഏത് തരത്തിലാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. ചില മേഖലകളിൽ നിന്ന് അപ്രതീക്ഷിതമായിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണം ഇസ്രായേലിന് നേരെ വരുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതോടെ ഇസ്രായേലിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നു. സർക്കാർ വിരുദ്ധ സമരങ്ങൾ തുടരുന്നു. ജൂത റബ്ബിമാർ ഇസ്രായേലിനോട് യുദ്ധം നിർത്തിവെക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അങ്ങനെ വ്യത്യസ്ത രൂപത്തിലും വ്യത്യസ്ത രീതിയിലുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ യുദ്ധം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇതിനൊരു പരിഹാരം എന്ന നിലക്ക് രണ്ട് കൂട്ടരെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ് യുദ്ധം അമേരിക്ക അവസാനിപ്പിക്കുക എന്നല്ലാതെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവസാനിപ്പിക്കുക എന്നുള്ള സാധ്യത കുറവാണ്. കാര്യം ജനങ്ങളും സർക്കാരും സൈനികരും ചേർന്ന് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സൈനികരിൽ നിന്ന് ഏതെങ്കിലും ഒറ്റുകാരുണ്ടോ എന്ന് നിരീക്ഷിക്കാനും പരിശോധിക്കാനും പ്രത്യേകമായിരിക്കുന്ന ഒരു പേഴ്സണൽ ട്രൂപ്പിനെ തന്നെ ഈ ഇറാൻ നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏതൊരു യുദ്ധം നോക്കുന്ന സമയത്തും അതിൻ്റെ അകത്തു നിന്ന് സൈനികർ കാലുമാറുകയും ക്യാബിനറ്റ് മന്ത്രിമാർ കാലുമാറി ഒറ്റുകൊടുക്കുകയും ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും കഴിഞ്ഞ 10-20 വർഷത്തിനിടയിൽ നടന്നിട്ടുണ്ട്. 10-20 വർഷം എന്ന് പറയുന്ന സമയത്ത് ഈ പെൻറ്റഗണിൽ അൽ-ഖ്വയ്ദ ഭീകരവാദികൾ ആക്രമണം നടത്തിയതിന് ശേഷമുള്ള ലോകത്തിൻ്റെ ഒരു സ്ഥിതിയുണ്ട്, ഒരു മാനസികാവസ്ഥ. ഈ അവസ്ഥ എന്ന് പറയുന്നത് അത് വേണ്ട വിധം അമേരിക്ക മുതലെടുത്തു എന്നുള്ളതാണ്. 10 തെമ്മാടി രാജ്യങ്ങളുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് അതിൽ ഓരോരോ രാജ്യങ്ങളെയും വ്യത്യസ്ത കാരണങ്ങളും വ്യത്യസ്ത വിഷയങ്ങളും പറഞ്ഞുകൊണ്ട് ആക്രമിച്ചുകൊണ്ട് ഭരണമാറ്റമുണ്ടായി അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന പാവ സർക്കാർ സ്ഥാപിക്കപ്പെട്ടു എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത്തരമൊരു സംഭവം ഉണ്ടാകുന്ന പല ഘട്ടങ്ങളിലും അവിടുത്തെ സൈനികരോ അതല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ളവരോ കാലുമാറിയിട്ട് അമേരിക്കയെ സഹായിച്ചു. അത് ചതി. ആ പ്രവൃത്തി പലത്തിനും ചെയ്തിട്ടുള്ളത് ഇറാഖിലും ലിബിയയിലും സിറിയയിലും സുഡാനിലും ഈജിപ്തിലും എല്ലാം നടന്നിരിക്കുന്നത് ഈ ഒരു സംഭവമാണ്. ഈ ഒരു സംഭവം യഥാർത്ഥത്തിൽ ഇറാൻ്റെ അകത്തും ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. അഥവാ ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതിനോടനുബന്ധിച്ച് ഒരു വലിയ രീതിയിലുള്ള അന്വേഷണം ഇറാൻ പ്രഖ്യാപിക്കുകയും അതിൽ സൈനിക കമാൻഡറിൽപ്പെട്ടവരോ അതല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽപ്പെട്ടവരോ ഇതിനു വേണ്ടി സഹായം ചെയ്തിട്ടുണ്ട് എന്നിവർ കണ്ടുപിടിച്ചു. വലിയ രീതിയിൽ കഠിനമായിരിക്കുന്ന ശിക്ഷ അവർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നു. ഏത് തരത്തിലുള്ള ശിക്ഷ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. അതിൽ നിന്ന് ഇറാൻ പഠിച്ചൊരു പാഠം, തങ്ങളുടെ സൈനിക ക്യാമ്പിൻ്റെ അകത്തോ സൈനികർക്കിടയിലോ ഇത്തരം സംഭവങ്ങൾ ഒറ്റുകാർ പ്രത്യേകിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ വഹിക്കുന്ന സ്ഥാനത്തിരിക്കുന്നവരിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം യഥാർത്ഥത്തിൽ ഇറാൻ ഉണ്ടായിരുന്നു എന്നതിനാൽ തന്നെ ഒരു പേഴ്സണൽ ട്രൂപ്പിനെ തന്നെ നിയോഗിച്ചിരിക്കുന്നു. ആ ട്രൂപ്പ് ഏതെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ അവരുടെ ഒരുപക്ഷെ സൈനികർക്കിടയിൽ അവരോടൊപ്പം നിൽക്കുന്നവരായിരിക്കും ഈ പേഴ്സണൽ ട്രൂപ്പായിട്ടുള്ളത്. അതുകൊണ്ട് ഈ സൈനികരുടെ കൃത്യമായിരിക്കുന്ന നിലപാടുകളും രഹസ്യങ്ങളും ഈ സർക്കാരിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ പേഴ്സണൽ ട്രൂപ്പിലെ വിഭാഗങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നു. അതോടെ ഈ സൈനികർ കാലുമാറുക കൂറുമാറുക എന്നുള്ളൊരു സംവിധാനം യഥാർത്ഥത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പ് പറയുന്നിടത്തേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർവ്വമേഖല ആക്രമിക്കുന്ന രീതി ഇനി ഇസ്രായേലിനെതിരെ ഉണ്ടാകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കും. അതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ അവർ പറയുകയും തങ്ങൾ ഇതുവരെ ഇറക്കാത്ത പല ആയുധങ്ങളും ഇനി തങ്ങൾ മുന്നോട്ട് പുറത്തിറക്കും എന്നുകൂടിയാണ് ഈ വിഷയമായിട്ട് അവർ പറഞ്ഞു വെക്കുന്നത്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ യുദ്ധ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നതിൽ നിന്ന് ഇസ്രായേലിനെക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള ഒരു അവബോധം ലോകത്തിനുണ്ട്, അമേരിക്കയെക്കുറിച്ചുമുണ്ട്.
പക്ഷേ ഇറാനെക്കുറിച്ചില്ല. ഇറാൻ ഏത് തരത്തിലാണ് ഈ യുദ്ധത്തിൻ്റെ രീതി കാര്യങ്ങൾ മാറ്റിമറിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഊഹിച്ചിട്ട് പോലും ഒരു രൂപം കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാര്യം ലോക സമ്പൽ വ്യവസ്ഥയെയാണ് ഇറാൻ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ലോകത്തെ മുഴുവനും സാരമായിട്ട് അത് ബാധിക്കുന്നു. പല രാജ്യങ്ങളും ബാധിച്ചു തുടങ്ങി. ഗ്യാസ് സിലിണ്ടറുമായിട്ട് ബന്ധപ്പെട്ടും പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ടും അസംസ്കൃത എണ്ണയുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം എല്ലാ രാജ്യത്തും സാരമായിട്ട് ബാധിച്ചു എന്ന് പറയുന്നത് ഹോർമുസ് കടൽ ഇറാൻ അടച്ചു എന്നുള്ളതാണ്. ഹോർമുസ് കടൽ അടക്കുക എന്ന് പറയുന്നത് തന്നെ ലോക സാമ്പത്തിക മേഖലയെ സ്റ്റോപ്പ് ചെയ്യുക, നിർത്തിപ്പൊരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ആ രീതിയിലേക്ക് ഈ മേഖല മാറിയതോടുകൂടി അത് ലോകത്തെ മുഴുവനും അത് ബാധിക്കപ്പെട്ടു. അവിടെ ഞങ്ങൾ സുരക്ഷിതത്വം നൽകാം എന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് പല ഘട്ടങ്ങളിലും. അപ്പോൾ യൂറോപ്യന്മാരും അറേബ്യൻ രാജ്യങ്ങളും ചോദിക്കപ്പെട്ട പ്രധാനമായിരിക്കുന്ന മീഡിയകൾ ചോദിക്കപ്പെട്ട ചോദ്യമുണ്ട്, ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ കപ്പലുകൾക്ക് അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നിങ്ങൾ സംരക്ഷണം നൽകും എന്ന് പറഞ്ഞാൽ ഞങ്ങളത് വിശ്വസിക്കും, കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ കപ്പലുകൾക്ക് സംരക്ഷണം നൽകുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കപ്പലുകൾക്ക് ആര് സംരക്ഷണം നൽകും? അവർ കൃത്യമായ രീതിയിൽ തോക്കെടുത്ത് നിൽക്കുന്നു ഇറാൻ. ഏത് സമയത്തും ആക്രമിക്കാൻ മാത്രം ശക്തിയുള്ള മിസൈലിൻ്റെ പർവ്വം തന്നെ അവരുടെ പർവ്വതത്തിൻ്റെ അടിഭാഗത്ത് കിടന്നുറങ്ങുകയാണ്. അവരൊക്കെ തട്ടി എഴുന്നേൽപ്പിച്ചാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടത്തിൻ്റെ കണക്കുകൾ മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് ഒരിക്കൽ പോലും തങ്ങളിത് വിശ്വസിക്കുകയില്ല എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരീക്ഷണം തന്നെ നടത്തുന്നത്. അപ്പോൾ അമേരിക്ക യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടുപോയിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിൽ നിന്ന് കരകയറി രക്ഷപ്പെടുക എന്നുള്ളത് വലിയ പ്രയാസം തന്നെയാണ്.